മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, ഇത് പിരിയമുളക്. നമ്മുടെ പപ്പയുടെ അച്ചാറാണ്. നല്ല സൂപ്പർ അച്ചാറാണ്. പപ്പ ഒന്ന് നോക്കൂ. പപ്പ നല്ല സൂപ്പർ അച്ചാറാണ് പപ്പേൻ്റെ. അതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂർ എപ്പോൾ ഉള്ളത്. പപ്പയ്ക്ക് ഭയങ്കര ഇവിടെ കാലാവസ്ഥ ഭയങ്കര തണുപ്പ്, ആകെ മൂടിക്കെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പപ്പ ഫുൾ സെറ്റപ്പാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് അച്ചാർ കൂടി ചേർക്കുന്നുണ്ട്. കേട്ടോ സ്പൂണ് കണക്കൊന്നുമല്ല, ഒരു മനക്കണക്കാണ് എല്ലാത്തിനും. അതുകൊണ്ട് പപ്പ അങ്ങനെ തന്നെ സാധാരണ ഓയിലിനകത്താണ് പപ്പ ഉണ്ടാക്കുന്നത്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളൊക്കെ നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വന്നപ്പോഴും പറഞ്ഞു എനിക്കും അച്ചാർ വേണമെന്ന് പപ്പയോട്. മാങ്ങയെല്ലാം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ചിട്ടിട്ട് പപ്പ തന്നെ കട്ട് ചെയ്ത് 2-3 മണിക്കൂർ വെക്കണം എന്ന് പപ്പ പറയുന്നത്. എന്നാലും അതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്യുന്നുണ്ട്. നാരങ്ങ നീരിലാണ് വെക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം പപ്പ ഉണ്ടല്ലോ ആദ്യം കഴുകി നല്ലപോലെ ഉണക്കി ഒരു തുള്ളി വെള്ളമയം പോലും ഇല്ലാതെ ഇത് എടുത്ത് മുറിച്ച് വെച്ചത് കേട്ടോ. ഒന്നിലും മാങ്ങയാണേലും വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നല്ലോണം ഉണക്കി ഒരു മയം പോലും വെള്ളമില്ലാതെ ഉണക്കിയെടുത്തിട്ടാണ് പപ്പ അച്ചാറിടുന്നത്. അതുകൊണ്ട് കൂടുതൽ കാലം ഇങ്ങനെ കേടാകാതിരിക്കുന്ന പപ്പേൻ്റെ അച്ചാർ. നല്ലൊരു കുക്കറാണ് പപ്പ. പപ്പയ്ക്ക് അടുക്കളയിലുള്ള എല്ലാവിധ സാധനങ്ങളും പപ്പയ്ക്ക് കറി വെക്കാൻ നല്ല അറിയാം. സൂപ്പറായിട്ട് കറി വെക്കുന്നതാണ്. പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഉണക്കാൻ വേണ്ടി 10 മണിയിൽ കെട്ടി വെച്ച് പച്ചമുളക് കായം. വയ്യ പപ്പയ്ക്ക് എന്തോ കാലാവസ്ഥ തന്നെ ക്ഷീണമൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാലും അച്ചാറിട്ട് തരാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ മനസ്സ് ഭയങ്കര ഒരു മനസ്സ് പപ്പയ്ക്ക്. സ്റ്റൗ ഓഫാക്കി നാരങ്ങ നീരൊഴിച്ച് ഒരു 5 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ടാവില്ല. അപ്പം മാങ്ങ ഇട്ടിട്ട് ഇതാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ പൊടി, കായം, ഉലുവ ഇതെല്ലാം കൂടെ മിക്സാക്കി. പൊടിയൊക്കെ ചേർക്കുമ്പം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പ ഇത് ഓഫാക്കി വെക്കുന്നത്. കരിഞ്ഞു പോകാതിരിക്കും. കണക്കിനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കണക്കാവും. അപ്പോൾ ഉപ്പ് പോലും നോക്കൂല. എന്നുവെച്ചാൽ അത്രയും പെർഫെക്റ്റാണ് പപ്പയ്ക്ക് എല്ലാം. നമ്മളപ്പോൾ വെക്കുമ്പോൾ ഇടയ്ക്ക് ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കും. പപ്പയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മുളകും എല്ലാം കണക്കായിരിക്കും. അപ്പം ഹായ് പറ പപ്പ. ഹായ്. കുറച്ചങ്ങോട്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി അച്ചാറായിരിക്കും.